ഷാനവാസ് ഇന്ന് അനുമോൾക്കെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്ന് മാത്രമല്ല, അന്ന് നോമിനേഷൻസിൻ്റെ സമയത്തും ഇതുപോലെ അനുമോൾക്കെതിരെ പറഞ്ഞിരുന്നു. അതായത് ഷാനവാസിനെ അനുമോൾ ഉപയോഗിക്കുകയാണെന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ശരിക്കും അങ്ങനെയാണോ? ആര്യനും അനുമോളും തമ്മിലുള്ള വഴക്കിൽ അക്ബർ വന്ന് ഇടപെടും. അവിടെ ഷാനവാസിനെ അനു വിളിച്ചോട്ട് പോയി അക്ബറുമായി അടിയുണ്ടാകുന്നു. അതിനുശേഷം ഇരുവരെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് വരുത്തി അവിടുന്ന് കുറേ അവരെ ഉപദേശിക്കുകയും അവർക്ക് കുറേ വഴക്ക് കേൾക്കേണ്ടി വന്നു ബിഗ് ബോസിൻ്റെ. എന്നിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ അനുമോൾ ഒരു വാക്ക് പോലും ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. അപ്പോൾ അനുമോൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു വാക്ക് പോലും അനുമോള് ഷാനവാസിനെ ആശ്വസിപ്പിക്കാൻ ഒന്നും പോയില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഷാനവാസിനെ അനു ഉപയോഗിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ നമുക്ക് ആദ്യം തൊട്ടൊന്ന് നോക്കാം. ബിഗ് ബോസിൽ എപ്പോൾ കാലുകുത്തിയോ അന്ന് മുതലേ ഷാനവാസും അക്ബറും തമ്മിൽ ഈഗോ ക്ലാഷാണ്. രണ്ടുപേരും, അക്ബറിന് ഷാനവാസിനെയും കണ്ടുകൂടാ, ഷാനവാസിന് അക്ബറിനെയും. അക്ബറിനാണെങ്കിൽ അപ്പാനി, ആര്യൻ, ജിസേൽ, റെന, ബിന്നി ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കയ്യിൽ അക്ബറിന്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിലാണെങ്കിലും എല്ലാത്തിലും അക്ബറിനായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. ഇത് കണ്ട ഷാനവാസ് അഭിലാഷ്, ഒണിയലിനോടൊക്കെ അനുവിനെയും ആദില നൂറ ഇവരെയൊക്കെ ഗ്യാങ്ങിനെ അവരുടെ കൂടെ കൂട്ടി ക്യാപ്റ്റൻസിയിലൊക്കെ ഒരു മേൽക്കൈ നേടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ആര്യനുമായിട്ടും അനുവായിട്ടുള്ള അടി നടക്കുന്നതും അക്ബർ അവിടെ ചെല്ലുന്നതും. അപ്പോൾ ഓപ്പോസിറ്റ് അക്ബർ ഉള്ളത് കൊണ്ടാണ് ഷാനവാസ് അത്രയും ഇൻട്രസ്റ്റ് എടുത്ത് ചെന്നത്. പിന്നെ അക്ബറിൻ്റെ തന്തക്ക് വിളിക്കാനൊന്നും അനു പറഞ്ഞിട്ടില്ല. അനുവിനെ അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു. അത്രയും നാളും ഇവർക്ക് ആർക്കും തോന്നിയില്ലല്ലോ അനു രക്ഷിക്കാനൊന്നും. അപ്പോൾ ഷാനവാസിനെ ഉപയോഗിച്ചു എന്നൊന്നും ഇതിൽ പറയാൻ പറ്റില്ല. ഷാനവാസും കൂടെ ആവശ്യമായിരുന്നു അനുവിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അതിനുശേഷം കൺഫെഷൻ റൂമിൽ വിളിച്ച് വരുത്തി അക്ബറിനെയും ഷാനവാസിനെയും ബിഗ് ബോസ് ഉപദേശിച്ച് വിട്ടിരുന്നല്ലോ. എന്നിട്ട് രണ്ടാളും കോംപ്രമൈസായി. ഇപ്പം ഷാനവാസ് അക്ബറിൻ്റെ കീഴിലായി. പുള്ളിയുടെ ഗെയിം കംപ്ലീറ്റ് ലോസ്റ്റായ അവസ്ഥയാണ്. ഇന്ന് തന്നെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലുള്ള ടാസ്ക് നടന്നല്ലോ, ചെരുപ്പുണ്ടാക്കുന്ന ടാസ്ക്. അതിനകത്ത് തന്നെ ചെരുപ്പിന് വേണ്ടിയുള്ള കുറേ എക്വിപ്മെൻറ്റ്സ് എല്ലാം വലിച്ചെറിയുന്ന കൂട്ടത്തിൽ ചെരുപ്പുണ്ടാക്കുന്ന ആ സംഭവം ഷാനവാസിൻ്റെ തലക്കാണ് വന്ന് കൊണ്ടത്, അക്ബർ എറിഞ്ഞ സാധനം. അപ്പോൾ ഇപ്രാവശ്യം ഷാനവാസ് ഒന്നും പ്രതികരിച്ചു പോലും ഇല്ല. കാരണം പണ്ടത്തെ പോലെ അക്ബറുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, അക്ബറിൻ്റെ കീഴിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ന് ഷാനവാസ് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്കിപ്പം ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അനുമോൾക്ക് പക്ഷേ ഇതൊന്നും പറഞ്ഞ് ജയിക്കാനുള്ളൊരു സാമർഥ്യമില്ല. അതാണ് അനുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞതാണ്. ജിസേലിനോടായാലും ആരോടായാലും ഷാനവാസിനോടായാലും ആരെങ്കിലും പറയുമ്പോൾ പറഞ്ഞ് നിൽക്കാനുള്ള ഒരു വാക്ക് സാമർഥ്യമില്ല.